എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന റെയ്ഡിന്റെ അപ്ഡേഷനിലേക്കാണ്. മാസപ്പടി കേസിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. വീണയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഡയറിയിലെ പേരുകൾ കേന്ദ്രീകരിച്ചാണ് വീണയുടെ പാർട്ട്ണർമാരിലേക്ക് പരിശോധന നടക്കുന്നത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. വീണ വിജയനും റിയാസിന്റെ സുഹൃത്തുക്കളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് പരിശോധനയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും, റെയ്ഡ് നടക്കുന്ന കോഴിക്കോട് നിന്ന് രമ്യ ദാസുമാണ് ചേരുന്നത്. ആദ്യം കോഴിക്കോട്ടേക്ക് പോകാം. രമ്യ, ഈ റെയ്ഡ് ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കേന്ദ്ര ഏജൻസി ഈ കേസിൽ പിടിമുറുക്കുന്നു എന്നതിന്റെ ലക്ഷണങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. വീണയെ ചോദ്യം ചെയ്തിരുന്നു. വീണയുടെ ലോക്കർ ഉൾപ്പെടെ പരിശോധിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നടക്കുന്ന റെയ്ഡിന്റെ ഉദ്ദേശം എന്താണ്? റെയ്ഡ് എത്ര മണിക്കൂർ പിന്നിട്ടു? ഗൗതം, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി കുരുക്ക് മുറുക്കുന്നതിന് തെളിവ് തന്നെയാണ് ഏറ്റവും ശക്തമായ പരിശോധന വീണ്ടും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പുറകിലുള്ള DTPCയുടെ ഡെസ്റ്റിനേഷൻ മാനേജറായിട്ടുള്ള നന്ദുലാലിൻ്റെ വീട്ടിലാണ് നിലവിൽ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇവിടെ റെയ്ഡ് ആരംഭിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിട്ട് റെയ്ഡ് ആരംഭിച്ചിരുന്നു. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4 സംഘമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ പരിശോധന തുടരുന്നത്. ഇതിനോടൊപ്പം തന്നെ കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 4 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. വീണയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഡയറി ഗ്രൂപ്പുകളിലുള്ള പേരുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം 8 ഇടങ്ങളിൽ ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കോഴിക്കോട് 4 ഇടങ്ങളിലും ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്നത്. ഈ വീണ പാർട്ട്ണറായിട്ടുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള റെയ്ഡുകളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ ഉണ്ടായ റെയ്ഡിൽ വീണയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഈ ഡയറി ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്ന പേരുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ്. അതായത് നേരത്തെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കുരുക്ക് വീണയ്ക്ക് മുറുകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും എല്ലാം റെയ്ഡ് ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ DTPC ഡെസ്റ്റിനേഷൻ മാനേജറും അതുപോലെ തന്നെ ഇദ്ദേഹം മുഹമ്മദ് റിയാസിൻ്റെ ഉറ്റ സുഹൃത്തു കൂടിയാണ്. DYFIയുടെ മേഖലാ സെക്രട്ടറി കൂടിയാണ്. അത്തരത്തിൽ CPMൻ്റെ മുൻ മേയറായിട്ടുള്ള മുതിർന്ന നേതാവ് രാജഗോപാലിൻ്റെ സഹോദരി പുത്രനാണ്. അപ്പോൾ ഇത്തരത്തിൽ CPMുമായി അടുത്ത ബന്ധമുണ്ട്, മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധമുണ്ട്. മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഇവരെല്ലാം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇത്തരത്തിൽ ഈ റെയ്ഡ് ഇവരിലേക്ക് കൂടി, അതായത് പാർട്ടിയിലേക്ക് കൂടി കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളത്. കാരണം ഈ നന്ദുലാൽ DTPCയുടെ ഡെസ്റ്റിനേഷൻ മാനേജറായത് മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ ടൂറിസം വകുപ്പിൻ്റെ എല്ലാം മന്ത്രിയായിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ മുഹമ്മദ് റിയാസുമായി അടുത്ത ഉറ്റ സുഹൃത്താണ് നന്ദുലാൽ എന്നുള്ളത് തന്നെയാണ്. ഇതുകൂടാതെ തന്നെയാണ് ഇതിൽ മറ്റു കേന്ദ്രങ്ങളിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റു കേന്ദ്രങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള റെയ്ഡുകളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതായത് ഈ CPMൻ്റെ ജില്ലാ സെക്രട്ടറി അംഗവും അതുപോലെ തന്നെ സോൾസ് കമ്പനിയുടെ ഉടമയായിട്ടുള്ള P. നിഖിലിൻ്റെ അശോകപുരത്ത് വീട്ടിലും അതുപോലെ തന്നെ ഫറൂഖിലെ കരുവൻതുരുത്തിലെ വീട്ടിലുമാണ് ഇത്തരത്തിൽ റെയ്ഡ് പുരോഗമിക്കുന്നത്. അതായത് കൂടുതൽ ശക്തമായി ഈ കേസുമായി ബന്ധപ്പെട്ട ED മുന്നോട്ട് പോകുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിലെ കുരുക്ക് കൂടുതൽ മുറുകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. കാരണം ഈ സാമ്പത്തിക ഇടപാടുകൾ ഇവരുമായിട്ടെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഈ കേസിൽ ഇത്തരത്തിലൊരു ED അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതായത് മാസപ്പടി കേസിൽ പ്രതികളായിട്ടുള്ളവർക്ക് ചാർജ് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ അവസാനഘട്ട പരിശോധന എന്ന നിലയിലാണ് ഇത്തരത്തിൽ ഈ EDയുടെ റെയ്ഡ് പുരോഗമിക്കുന്നതിനെ നമുക്ക് പറയേണ്ടി വരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കുറുക്ക് ഇവർക്കെല്ലാം തന്നെ മുറുകുന്നു. കാരണം ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഇവരുമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇത്തരത്തിൽ EDയുടെ റെയ്ഡ്. നേരത്തെ പുലർച്ചെയാണ് ഇത്തരത്തിൽ ഈ റെയ്ഡ് പുരോഗമിച്ചിട്ടുള്ളത്. കോഴിക്കോട് 4 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗതം, ശരി, ഓക്കെ രമ്യ, കോഴിക്കോട് 4 സ്ഥലത്ത് റെയ്ഡ് നടക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ കൂടി വിശദാംശങ്ങൾ നൽകും. ജിജീഷ്, ഈ കേസിൽ വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പ് കൂടി ED നടത്തുകയാണ്. കാരണം ഈ വീണയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴിയുണ്ട്, ചില കാര്യങ്ങൾ EDക്ക് അതിലൂടെ മനസ്സിലായിരുന്നു. അതുമാത്രമല്ല, വീണയുടെ ഡയറിയിൽ നിന്നും ലഭിച്ച പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെയ്ഡ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിജീഷ്. ഗൗതം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും ബിനാമി ഇടപാടുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഉള്ളത്. വീണയാണെങ്കിലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട പലരും വലിയ തോതിൽ ബിനാമി ഇടപാടുകൾ അടുത്ത സുഹൃത്തുക്കൾ വഴിയെല്ലാം തന്നെ നടത്തിയെന്ന് വ്യക്തമായിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ നിർണായകമായ ഡയറി അവിടെ നടത്തിയിട്ടുള്ള മെയ് 27 റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുള്ള ചുവന്ന
പുറംചട്ടയുള്ള ഡയറി, അതിൻ്റെ ആദ്യത്തെ 9 പേജുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ആ ഡയറിയിലെ ആദ്യ പേജുകളിലാണ് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുള്ളത്. ചില ആളുകളുടെ പേരുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരുന്നത്. ആ ഡയറി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിഖിലിലേക്കും നന്ദുലാലിലേക്കും എല്ലാം തന്നെ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം എത്തിയത്. നേരത്തെ തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു, മുഹമ്മദ് റിയാസിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എത്തുന്നു എന്ന് വ്യക്തമായിരുന്നു. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. അത് കൂടുതൽ സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ച അന്വേഷണം. അവർ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ എന്നത് മാത്രമല്ല, CPM-ന്റെ പ്രധാന ഭാരവാഹിത്വങ്ങളിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നതടക്കമുള്ള ഭാരവാഹിത്വങ്ങൾ വഹിക്കുന്നയാളാണ് നിഖിൽ. ഒപ്പം തന്നെ മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ അല്ലെങ്കിൽ അടുത്ത ബന്ധമുള്ള ആളാണ് നന്ദുലാൽ. അങ്ങനെ ഇവരെയെല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ബിനാമി ഇടപാടുകളിലൂടെ എവിടെയെല്ലാമാണ് നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത്, ഏതെല്ലാം അക്കൗണ്ടുകളിലേക്കാണ് പണം പോയിട്ടുള്ളത്, ആ അക്കൗണ്ടുകളിലേക്ക് ഉള്ള പണം എങ്ങനെയെല്ലാം വിനിയോഗിക്കപ്പെട്ടു, ഈ 2,78,00,000 രൂപ മാത്രമല്ല മറ്റു ചില സാമ്പത്തിക ഇടപാടുകളും നടന്നു എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മനസ്സിലാക്കുന്നത്. അത് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷനും ഇപ്പോൾ ഈ റെയ്ഡിന്റെ പരിധിയിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നത് ഒരു കടലാസ് കമ്പനിയാണ്. വീണയുടെ സഹ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ. തുടക്കത്തിൽ അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ച ഒരു ഘട്ടത്തിലും വീണ ഇത്തരമൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. എന്നാൽ പരസ്പരം ലിങ്ക് ചെയ്തുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷനിലേക്ക് അന്വേഷണ സംഘം എത്തുന്നതും അതിന്റെ സഹ ഉടമസ്ഥയാണ് വീണ എന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പിന്നീടാണ് ലേക്കർ ഇന്ത്യയുമായി കൂടുതൽ കാര്യങ്ങൾ വീണ മൊഴിയായി പറയാൻ പോലും തയ്യാറാകുന്നത്. മാത്രമല്ല അവിടെയുള്ള 15.5 ലക്ഷം രൂപയുടെ അക്കൗണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെയാണ് ഈ പരിശോധനകൾ പ്രധാനമായും കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് 4 കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ ഈ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ ബിനാമി ഇടപാടുകളിലൂടെ പണം എത്തിയ വീണയിൽ നിന്നും മുഹമ്മദ് റിയാസിൽ നിന്നും പണം എത്തിയ ആളുകളെ കേന്ദ്രീകരിച്ചാണ്. വീണ പണം കൈമാറിയിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതിൽ പട്ടി നേതാക്കളടക്കം CPM-ന്റെ നേതാക്കളടക്കമുള്ളതായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അങ്ങനെയാണ് ഈ നന്ദുലാലിലേക്കും ഒപ്പം തന്നെ നിഖിലിലേക്കും എല്ലാം തന്നെ അന്വേഷണം എത്തിയിരിക്കുന്നത്. 2 തവണ വീണയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിലെ റെയ്ഡുകൾ പ്രധാനമായും CMR-നെ കേന്ദ്രീകരിച്ച് ആണ് എങ്കിൽ ഇപ്പോൾ നടക്കുന്ന റെയ്ഡുകൾ എക്സലോജിക്കിനെ കേന്ദ്രീകരിച്ചാണ്. എക്സലോജിക്കിന്റെ പണമിടപാടുകൾ, വീണയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ, അതിന്റെ ബിനാമി ഇടപാടുകൾ എന്നിവ കേന്ദ്രീകരിച്ചെല്ലാം തന്നെയാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പിടിച്ചെടുക്കുന്ന ഡിജിറ്റൽ രേഖകളുടെയും മറ്റു രേഖകളുടെയും എല്ലാം തന്നെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. ഗൗതം, ഓക്കെ എന്തായാലും CMR എക്സാലോജി കേസിൽ, മാസപ്പടി കേസിൽ പിടിമുറുക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരളത്തിലെ 8 സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. കോഴിക്കോട് 4 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. വീണ വിജയന്റെ ഡയറിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിജീഷ് കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്ന് രമ്യാദാസുമാണ് വിവരങ്ങൾ നൽകിയത്.